ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ ശിഷ്യൻ ഗുരുവിനോട്, എപ്പോഴാണ് ഗുരു തൻ്റെ തെറ്റുകളെക്കുറിച്ച് അനുഭവിക്കേണ്ടത്? ഗുരു മരിക്കുന്നതിന് തൊട്ട് മുമ്പ്. ശിഷ്യൻ വീണ്ടും അത്ഭുതത്തോട് ചോദിച്ചു, അതിന് നമ്മൾ എപ്പോൾ മരിക്കുമെന്ന് എങ്ങനെ അറിയും? ഗുരു, അതറിയില്ലെങ്കിൽ പിന്നെ ഒറ്റ മാർഗമേ മുമ്പിലുള്ളൂ, എപ്പോഴും അനുഭവിക്കുക. ചെയ്യുന്ന തെറ്റിനേക്കാൾ വലിയ പാപമാണ് അതേക്കുറിച്ച് വീണ്ടും വിചാരമില്ലാതിരിക്കുക, അതിൽ തന്നെ രസിച്ചുകൊണ്ടിരിക്കുക, പന്നി ചാണകക്കുഴിയിൽ കഴിയുന്ന പോലെ. ചില അവസരങ്ങളിൽ അക്ഷമ കാട്ടുവാനുള്ള ധൈര്യം ഉണ്ടായേ തീരൂ. ഒപ്പം ധീരതയും ശാന്തമായിരിക്കാനുള്ള ക്ഷമയും കൈവരിക്കണം. അങ്ങനെയും ചില നേരങ്ങൾ നമുക്കുണ്ടാവും. അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി അയച്ചുകൊണ്ടിരിക്കുകയും വേണം. നമ്മൾ മാത്രമായി തീരുന്ന നേരങ്ങളും ഉണ്ടാവും. ആരോഗ്യമില്ലാത്തവന് വൈദ്യനിലൂടെയും, ദരിദ്രനെ ധനവാനിലൂടെയും, മനസ്സമാധാനം നഷ്ടപ്പെട്ടവനെ ഉപദേശനിലൂടെയും, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവനെ ഗുരുവിലൂടെയും സർവശക്തൻ വഴി നടത്തും. വിക്കനായി മോശയ്ക്ക് കൂട്ടായ അഹ്റോനെ കൊടുത്തവനാണ് നമ്മുടെ ദൈവം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകാനിടയെ വരുത്തരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകനോടൊപ്പം 69:6. നമ്മുടെ അവസ്ഥകളല്ല, ആ അവസ്ഥകളിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും പലപ്പോഴും നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുക. ഫിലിപ്പിയർ 2:3. എല്ലാ നന്മകളും തന്നിലേക്ക് തന്നെ വർഷിക്കപ്പെടണമെന്ന് വാശി പിടിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. തനിക്ക് മാത്രമായി നൽകപ്പെടുന്ന കുരിശുകളും വേദനകളും ചോദ്യം ചെയ്യുകയും ഒഴിവാകാൻ ശ്രമിക്കുകയും ചെയ്യും. എത്ര വട്ടം പഴം കൊഴിച്ചാലും പാമ്പ് തന്നെയല്ലേ? ചതിയന്മാർക്ക് മാനസാന്തരം വരുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. കയ്പയ്ക്കായി എത്ര തീർത്ഥാടനക്കടവിൽ സ്നാനം ചെയ്യിച്ചാലും കയ്പിൻ്റെ കാഠിന്യം കുറയുമോ? കള്ളത്തരങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനും അതുപോലെയാണ്. കഠിന ഹൃദയനും വ്യത്യസ്തനല്ല. ലോകത്തിൽ നമ്മൾ ആദരിക്കേണ്ട 2 പ്രധാന കാര്യങ്ങളുണ്ട്. 1 സ്നേഹം, 2 ജ്ഞാനം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് വചനം പറയുന്നു. യഥാർത്ഥ സ്നേഹം ക്രിസ്തു കുരിശിൽ ചൊരിഞ്ഞതാണ്. അതിന് മറുവിലയില്ല, അതിന് പകരം വയ്ക്കാനുമില്ല. അവസാനമായി തൻ്റെ പരിശുശ്രൂഷയുടെ നാളുകളിൽ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാണ്. വിശുദ്ധ യോഹന്നാൻ 13:34. അത് നമ്മൾ മറന്നു പോകാനിടയാകരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.